ആ രമണി വന്നേ, ഈ വണ്ടി കഴിഞ്ഞ എന്തോ കിടക്കുന്നുണ്ടല്ലോ, ഒന്ന് നോക്കിയേ. ഇടുവാ, അവിടെ പിന്നെ അടിക്കാം. ഇടുവാ. ഞാനിവിടെ അടിച്ചു വാരിതാണല്ലോ സാറേ. അടിച്ചു പോയാണെങ്കിൽ അതിന്റെ അടിയിൽ എന്തോ കിടക്കുന്നുണ്ടല്ലോ. ഇതെന്നാ, ഇതിനൊക്കെ പൈസ തരുന്നല്ലേ? നോക്കിയേ. ആ ചേട്ടാ, ഞാൻ ചുമയുടെ മരുന്ന് വാങ്ങിണ്ടേ, കഴിച്ചോളോ, അപ്പൊ ചുമ കുറയും. കുറച്ച് കഴിച്ചോണ്ട്, കുറച്ച് കഴിക്കും. ഭക്ഷണം കഴിച്ചിട്ട് കഴിക്കും. അതൊന്നും ആലോചിച്ചിട്ടേ വിഷമിക്കണ്ട. നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ. ശരിയാവല്ലോ, വിഷമിക്കണ്ട. നമുക്ക് പോയി ഭക്ഷണം കഴിക്കും. കാട്ടുഞാവൽ കാവടുത്തത് നീ അറിഞ്ഞോടേ, വടുത്തത് നീ അറിഞ്ഞോടേ. കാട്ടുഞാവൽ കാവടുത്തത് നീ അറിഞ്ഞോടേ വെണ്ണേ, കാട്ടുഞാവൽ കാവടുത്തത് നീ അറിഞ്ഞോടേ. കാടറിയാ കഥയറിയാ കടങ്ങളിയേ നീ, ഈ വഴിയെ പോരുന്നത് നീ അറിയാത്തേ. പടക്കണം ഇതിലും വലിയ ബന്ധമുണ്ട്. ഈ വഴിയായി ഈ മാറ്റം കൊണ്ടൊന്നും ആവണില്ല. സമയം
സെറ്റ് സമയമാകുമ്പോ വരും. നിങ്ങൾ പൈസ തരാൻ പൈസ അറിയില്ല. കൊടുക്കാണ്ട് കൊടുക്കണ കൊടുക്കാനുള്ള പൈസ ഞാൻ കൊടുക്കും. നിനക്ക് തന്നിരിക്കും. പട്ടി ഷോ മതി. നിനക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ കൊടുത്തു. അത്ര തന്നെ. അതങ്ങനെ തന്നെ ഉള്ളു. അതങ്ങനെ തന്നെ ഉള്ളു കേട്ടോ. മതില എന്റെ പട്ടി ഷോ പൈസ കൊടുക്കണം ആദ്യം. പൈസ കൊടുത്തിട്ട് നിങ്ങൾക്ക് അപ്പൊ എന്റെ ബാക്കി എന്റെ പട്ടി ഷോ മതി. ഞാൻ മതിയാക്കിയ പൈസ കൊടുക്കാം. പൈസ കൊടുക്കാം. അത് എന്നിട്ട് ബാക്കി. പിന്നെ ഞങ്ങൾ തമ്മിലല്ല, നമ്മൾ തമ്മില് കേട്ടോ. നമ്മൾ തമ്മിൽ നമ്മൾ തമ്മിലാണെങ്കിൽ കൊടുക്കാൻ പറ്റുമോ? എങ്ങോട്ട് മാറിച്ച് കൊടുക്കാം. ഈ ചെറുത് ഓണാ ഇവിടെ തരാൻ കാശ് വൈകുന്നേരം തന്നിട്ട് നിങ്ങൾക്ക് വന്നാൽ എനിക്ക് നോക്കിന് ഒരു സാധനം പിന്നെ കിട്ടാൻ പാടില്ല. എന്താണ് നോക്കണേ? നിന്റെ ഓസ് അതെനിക്ക് വേണ്ട. കാശ് ഓണേ ഓ വയസ്സാം കാലത്ത് കിളവനും കിളവീടി ഒരു റൊമാൻസ്. വിഷമിക്കണ്ടേ, ടെൻഷൻ അടിച്ചിട്ടാണ് ഈ ചുമ മരുന്ന് മാറും, എല്ലാം ശരിയാവും. എനിക്കും കൂടെ ഒന്നും ചെയ്യാൻ പറ്റാണ്ടാവും. തളെ എനിക്കൊരു 5000 രൂപ. എന്റെ മോനെ, ഈ പോത്ത് പോലെ ആയല്ലോ. ഞങ്ങളെ നോക്കേണ്ട ആളിനെ നീ ഇങ്ങനെ കള്ളും മയക്കുമരുന്നും ഇതൊക്കെ ഇട്ട് തന്നു കഴിഞ്ഞാൽ അമ്മയുടെ കയ്യിൽ എവിടെന്നോ മോനെ 5000 രൂപ. നിനക്കറിഞ്ഞൂടെ, അമ്മയുടെ പണിക്ക് പോയി അതേ മരുന്ന് വാങ്ങിക്കൊണ്ട് വന്നുള്ളൂ. ഇനി നിനക്ക് നന്നാവാനുള്ള സമയമുണ്ട്. നന്നായിക്കൂടെ മോനെ? തള്ളെ അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. 5000 രൂപ എനിക്ക് കിട്ടിയിരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ തള്ളെ ഈ തൊള്ള ചത്തില്ല ഇതുവരെ.
മര്യാദയ്ക്ക് ചോദിച്ച തരാൻ വയ്യ. അവളെയും ചത്തി തൊന്തയും ചത്തി പടകം. പടകം അണ്ടാവേ കൊണ്ടുപോയി പണയം വെക്ക് വിക്ക്. അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. സാധനം കിട്ടിയിരിക്കണം. പടകം തന്നിരിക്കടാ, നീ ഇരിക്ക്. വീട് തട. എനിക്ക് നീ എന്തും തരും. ഈ നമ്മുടെ ചങ്കലടാ. ഇതൊരു 500 രൂപ തടയോ? ഇല്ല നീ തന്നല്ലേ കേട്ടാ. പടകം അണി ഞാൻ പോകാം. അവിടെ നാളെ കൊണ്ടുപോയി തിന്നിട്ടേണ്ടി വന്ന തൊള്ളയും പോയി തൊന്തയും പോയി കുടുംബം. അയ്യാ കൈ മാറത്താ എന്നാൽ എന്റെ മേനൂട്ടീനെ നീ ഞാൻ കിടക്ക. എന്റെ മേനൂട്ടി ചേട്ടാ ഈ എവിടെ ജോലി കിടക്കുന്ന വീട്? പഴയ പൊളിഞ്ഞു കിടക്കുന്ന വീടാ. പറമ്പിന്റെ മുകളിലാണ് അടിച്ചോടി പൊളിഞ്ഞു കിടക്കുന്ന വീട്. ഈ വഴി കോഴിക്കോട് തന്നെ പോകും. ആ വീട്ടോടൊക്കെ ഇറങ്ങി കിടന്ന വീട്. വണ്ടി പോവില്ല. സാറേ ലൊക്കേഷൻ ട്രേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സംഭവം നമുക്ക് കിട്ടിയ അറിവുകളൊക്കെ ശരിയാണ്. ഞാനിവിടുന്ന് ജസ്റ്റ് മിസ്സാണ്. ഇവിടെ പുകയണ സിഗരറ്റും കുറ്റികളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. ശരി. മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിക്കിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി ഉമുഖക്കിളിവാതിൽ
പൂമുഖ കിളിവാതിൽ അടയ്ക്കുമില്ല കാമിനി. അല്ല മനോജ, അജയനൊന്ന് കാണാൻ പോണ്ടേ? സംഭവം നടന്നിട്ട് 1 മാസമായി. ശരിയാണ്, എങ്ങനെ പോയി കാണും വിമലെ? അവൻ്റെ അവസ്ഥ കേൾക്കുമ്പോൾ നമുക്കും ബുദ്ധിമുട്ടുണ്ട്. പോകാൻ മാനസികമായ ഒരു ടെൻഷൻ എനിക്കുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ എങ്ങനെ പോകും, എങ്ങനെ പോകാതിരിക്കും എന്നുള്ള ഒരു ടെൻഷൻ എന്നിലുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് പോയേ കൂടും, പോണം. അവനെല്ലാം നഷ്ടപ്പെട്ടു. അവന്റെ ഭാര്യ, പെങ്ങളുടെ ഭർത്താവ്, എന്താ ചെയ്യാ? ഈ നശിച്ച ലഹരിയാണ് ഇതിനെല്ലാം കാരണക്കാരൻ. നമുക്ക് അതിനു വേണ്ടി ഒന്ന് പ്രതിരോധിക്കുന്നതും പ്രവർത്തിക്കുന്നതും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും നമുക്ക് മുമ്പോട്ട് ഇറങ്ങണം, അവനെ കണ്ടിരിക്കണം. ചെയ്യാതെ നമുക്ക് പോകണം. കൊച്ചേട്ടാ, വിമലെ, ഈ ലഹരിക്കെതിരെ എതിർക്കുന്നവരെ ഈ ഭൂമിയിൽ അത് വെച്ചോണ്ടിരിക്കില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇന്നലെ വന്നെ അജയന്റെ അമ്മയും പെങ്ങളും അല്ലടാ. അത് മനോജ്, അതെ അതെ അതെ. ഇതാരൊക്കെയാ? നിങ്ങൾ ഈ നാട്ടിൽ തന്നെയൊക്കെ ഉണ്ടാ? നിങ്ങൾ ആ ഭാഗത്തേക്കൊന്നും വരണില്ലല്ലോ. അമ്മ, അവനെ ഈ അവസ്ഥയിൽ കാണാൻ പറ്റാത്തോണ്ടാ. ചേട്ടൻ എന്ന് നിങ്ങൾ അന്വേഷിക്കാറുണ്ട്. ഒരു വട്ടെങ്കിലും വന്നോ നിങ്ങള്? അമ്മേ, ഞങ്ങളങ്ങോട്ട് വരാതിരിക്കുകയായിരുന്നു. അതമ്മേ, എല്ലാരും കൂടി വരാതിരിക്കുവായിരുന്നു. നിങ്ങൾ എന്തൊക്കെ ചെയ്തേ? എന്റെ മാമന് ഇങ്ങനെ സംഭവിച്ചു. എനിക്ക് എന്റെ അച്ഛനെയും ആന്റിയെയും നഷ്ടമായി. എന്റെ പെങ്ങളെ, മോള് പറഞ്ഞതിൽ ശരിയുണ്ട്. അജയൻ ലഹരിക്കെതിരെ ശബ്ദം ഉയർത്തിക്കൊണ്ടാണ് സംഭവിച്ചത്. ഇന്നു മുതൽ ഈ ലഹരിക്കെതിരെ ഞങ്ങളൊരു പ്രതിജ്ഞ എടുക്കുകയാണ്. ഞങ്ങൾ ശക്തമായി പ്രതികരിക്കും, മുന്നോട്ട് പോകും. ഇതിന്റെ അവസാനം കാണുന്നവരെ അതിന്റെ വേററുത്ത് ഞങ്ങൾ കളഞ്ഞിരിക്കും. എന്നാ ശരി, ഞങ്ങൾ പോട്ടെ. മക്കളെ സ്കൂളിലാക്കിട്ടോളം ഞങ്ങൾക്ക് സാധനങ്ങൾ കിട്ടി. ഈ ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? പല വിധത്തിലുള്ള ലഹരി മരുന്നുകൾ, MDMA, ആഷിഷ് ഓയിൽ, കഞ്ചാവ് ഇവയൊക്കെ അടിച്ചുകൊണ്ട് ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് തന്നെ, ഈ ലഹരിക്കെതിരെ എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കണം. മനോജ, നമുക്ക് മെമ്പറൊന്ന് പോയി കണ്ടാലോ? ശരിയാ, നമ്മുടെ വാർഡ് മെമ്പർ ഒന്ന് കണ്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിച്ച് നാട്ടുകാരെല്ലാവരും ഒന്ന് ഉണർത്താൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് മെമ്പർ കാണാൻ ഇപ്പൊ തന്നെ പോയാലോ? ശരിയാ വിമലെ, നമുക്ക് ഇപ്പൊ തന്നെ പോവാം. എന്നാ പോവാം. അല്ല മനോജേട്ടാ, വിമൽ മനോജനോട് കാലത്ത് തന്നെ ഓടി വരാൻ എന്താ കാരണം? എന്റെ മെമ്പറെ, ഇവിടെ ലഹരി കൊണ്ട് മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന അവസ്ഥയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുന്നഞ്ചേരിയിലുള്ള വീട്ടില് ലഹരിയുടെ ഉപയോഗവും വിൽപ്പനയും നടക്കുന്നുണ്ട്. ഈ ലഹരി കാരണം ഈ നാട്ടില് മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. കുടുംബത്ത് പ്രശ്നം, കൊലപാതകങ്ങൾ, അങ്ങനെ അത്യാവശ്യ പ്രശ്നങ്ങളുണ്ട്. ഇത് കുറച്ചുപേരെ എന്നോട് പറയുന്നു. നമ്മള് അവിടെ കുറച്ച് പിള്ളേര് തമ്പടിക്കുന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്നിച്ചു നിൽക്കാന്നേ. നമുക്കിതിന് ജാതിയോ മതമോ രാഷ്ട്രീയവും ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. നാളെ ഒരു നല്ല ഭാവിക്കുള്ള തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ച് കൈകോർക്കാമെന്നേ. തീർച്ചയായും തീർച്ചയായും നമുക്കേ ഇത് മെമ്പർ പറഞ്ഞ പോലുള്ള കാര്യങ്ങളിലൊക്കെ ആസൂത്രണം ചെയ്യാം. അല്ലാണ്ട് ഇനി നമ്മൾ പിന്നോട്ട് പോകുന്ന കാര്യം ശരിയല്ല. മുന്നോട്ട് എടുത്തു വെച്ച കാലം മുന്നോട്ട് തന്നെ പോവാം. ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. യോഷിനെ പോലെ ആൾക്കാരെ നമുക്ക് അത് മുന്നിൽ നിർത്തണം. ഇതെവിടേക്ക് പോയേ? ഞങ്ങള് മെമ്പറെ കാണാൻ പോയതാ. ഇവൻ എന്റെ വീടിന്റെ അടുത്ത് ഒന്ന് പുതിയ താമസക്കാരനാ. ഇവന് സംസാരശേഷിയില്ല. അപ്പൊ നമ്മളിങ്ങനെ കൂടെ കൊണ്ടു നടക്കുന്നു മാത്രം. അജയ, ലഹരി ഉപയോഗിക്കുന്നവരെ താവളം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെവിടെയാ? കുന്നഞ്ചേരിയിലുള്ള ഇടിഞ്ഞു പൊളിഞ്ഞ വീടില്ലേ, അവിടെയാണ് വിൽപ്പന. നമുക്ക് അവിടെ വരെ ഇപ്പൊ തന്നെ പോവാം. മെമ്പറെ കണ്ടുവരുന്ന വഴിയാണ്. മെമ്പർ നമ്മുടെ കൂടെ എല്ലാവരും നിൽക്കാന്ന് പറഞ്ഞിട്ട്. മെമ്പർ വരണമെന്ന് നോക്കാൻ നിൽക്കേണ്ട കാര്യമില്ല, നമുക്ക് ഇപ്പൊ തന്നെ പോണം. ശരിയാണ്, നമുക്ക് പോവാം. കേറ്. ഹലോ അജയ, എന്തുണ്ട് വിശേഷം? കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഇല്ല ടീച്ചറെ, ഞാൻ കാരണമല്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ടീച്ചറല്ല ആരായാലും ഞാൻ ഇങ്ങനെ തന്നെ പ്രതികരിക്കുക ഇത്തരം കാര്യങ്ങളോട്. ക്ലാസ് തുടങ്ങാറായി, പോട്ടെ. ശരി ടീച്ചറെ. ഓക്കെ.
ഹലോ, സാധനത്തിട്ടുണ്ട് കേട്ടോ. വേമ്പാ. രണ്ടെണ്ണത്തിന്റെ കാശ് തരാൻ കേട്ടോ. ഹലോ, നിങ്ങളൊക്കെ എവിടെയാ? മുകളിലാ. ദേ വരുന്നോട്ടെ ഞാൻ. ഞങ്ങളെ കുന്തിയൊക്കെ വന്നേ. ഇപ്പോഴും അവർക്ക് വേണ്ട മിഠായി കൊടുക്കാം. വിട്ട് കളഞ്ഞില്ലേ അവരെ? അപ്പൊ ഓടിപ്പോയി. അവനെ തലവൻ പിടിക്കണവനെ. അവരൊക്കെ പോലീസ് പിടിച്ചു. ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു. അവരൊക്കെ പിടിച്ചു. ഞാൻ രക്ഷപ്പെട്ടു പോന്ന. ആണി, അവരൊക്കെ പിടിച്ചു. ഞാൻ ജീവനും കൂടി രക്ഷപ്പെട്ടു. രക്ഷിക്കണം. അവരുടെ പുറകെയുണ്ട്. നീ എന്തിനു പേടിക്കുന്നു? എല്ലാത്തിനും ഞാനുണ്ട്. ഞാനെല്ലാം ഇവിടെ നിന്നറിയുന്നു. ഇങ്ങോട്ട് വാ. നീ എന്തിനു പേടിക്കുന്നു? എല്ലാത്തിനൊരു പരിഹാരമുണ്ട്. ടെൻഷൻ വേണ്ട, എല്ലാത്തിനൊരു പരിഹാരമുണ്ട്. എല്ലാത്തിനും അതിൻ്റെതായ പരിഹാരമുണ്ട്.
പോത്ത് വേണ്ട പോത്ത് നീ അങ്ങോട്ട് മാറി നിൽക്ക നീ മിണ്ടരുത് നീ അങ്ങോട്ട് മാറി നിൽക്ക നീ സൂക്ഷിച്ചും കണ്ട് നിന്നാ നിനക്ക് നല്ലത് മനസ്സിലായോ നീ പേടിക്കണ്ടാ നീ എന്തിനാ പേടിക്കുന്നത് നിന്നെ ഞാൻ കൊല്ലത്തില്ലടാ നിന്നെ ഞാനൊരു കൂട്ടിലിട്ട് വളർത്തി ഞാൻ നിന്നെ കൊല്ലില്ല നിന്നെ ഞാൻ കൊല്ലില്ലടാ പന്നീനെടുത്തിട്ടേ ഏതെങ്കിലും വല്ല പൊട്ടക്കിണറോ അല്ല കനാല എവിടെയെങ്കിലും കൊണ്ട് തള്ള് ഇതിന്റെ പിന്നാലെ ഒരാളും ഇവിടെ അന്വേഷിച്ചു വരുള്ളൂ എനിക്ക് പൊട്ടാനാവാനും അറിയാം രാക്ഷസനാവാനും അറിയാം അതുകൊണ്ട് നീ ശ്രദ്ധിക്കുക എടുത്തുകൊണ്ട് പോയിട്ടില്ല പറഞ്ഞതേ സ്കൂളിലത്തെ 10 ലക്ഷത്തിന്റെ കാര്യം ശരിയായിട്ടില്ല. സാറേ നമസ്കാരം. ആ അവിടെ കിടന്ന് വിളിക്കാം. മെമ്പറാണ് നമ്മളോടൊരു കൊലപാതകം നടന്നുണ്ട്. സാറേ നമ്മുടെ ആളെ കുട്ടി അവിടേക്ക് വരാം. താഴ്വാരത്തേക്ക് എത്തണം. എത്രയും പെട്ടെന്ന് വേണം കേട്ടോ. അതിന് പോകും ണോ ലഹരിയുടെ രാജാവായി നടന്നത് നമ്മളെയൊക്കെ പറ്റിക്കാറുണ്ടല്ലോ.